ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്യാരറ്റ് സാഗോ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ ചാനലാണ്, ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതാ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണണം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഒരു 3 ക്യാരറ്റ് നന്നായി കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഒരു പാക്കറ്റ് പാലാണ് ഞാൻ അവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പാലിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതേ ടൈം തന്നെ ഞാനിവിടെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു. എന്നിട്ട് അതിൻ്റെ ഓയിൽ ഒഴിച്ചതിന് ശേഷമാണ് ഞാനിപ്പം ഈ സാഗോ ഇടുന്നത് കേട്ടോ. വെള്ളം ഒന്ന് ചൂടായി പതിച്ച് വന്നതിന് ശേഷം മാത്രം സാഗോ ഇടാം. അങ്ങനെ ഇതാ ഞാൻ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, പാലും ക്യാരറ്റും കൂടി, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ഒരു 3-4 ഏലക്കായ്, ഇതൊരു ഫ്ലേവറിനാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ വനില എസൻസ് ഇല്ല, അതായാലും മതി കേട്ടോ. അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം, ഞാനിവിടെ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആവശ്യത്തിന് കുറച്ച് മാത്രമേ ഷുഗർ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്കേണ്ടതാണ് നമ്മുടെ സാഗോ ഇല്ലയെന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ തന്നെ ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ക്യാരറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയത് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, കാരണം വേറെ തന്നെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഒരു പുഡിങ് മാതിരി സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വേവിക്കാൻ വെച്ചില്ല സാഗോ, അത് റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതിതാ ഒന്ന് വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് അതിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അത് ഇതിലേക്കൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, വേഗം അടിയിൽ ഇങ്ങനെ പിടിച്ച് പോട്ടോ. അങ്ങനെ ഇതാ ഞാൻ നന്നായി ഇളക്കി കൊടുത്തു. നമുക്കിതിലേക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ഏതൊക്കെ നട്ട്സാണോ ഉള്ളത് അത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബദം മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ, പിസ്ത അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബദം മാത്രം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നട്ട്സൊക്കെ ഇടുമ്പോൾ ഇടയ്ക്ക് അത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ, ആ പായസത്തിനും കൂടെ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ അത് കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ അത് കട്ട് ചെയ്ത് വെച്ച ബദം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ അവസാനം ഇത് തിക്കായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഇല്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് പോട്ടോ, നല്ല തിക്കായിപ്പോയി. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതോടെ ചെയ്താൽ നമ്മുടെ പായസം കംപ്ലീറ്റ് ആയിട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മക്കൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാവും. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഒന്നൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു പുഡിങ് ടൈപ്പ് അങ്ങനെ പോകും. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ പായസം അങ്ങനെ. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഓക്കെ, ബൈ.